ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിസ്മസ് ആയി കഴിഞ്ഞാൽ പ്ലം കേക്കിൻ്റെ ഒരു വലിയൊരു ബഹളമല്ലേ. അപ്പോൾ നമുക്ക് കടയിൽ നിന്നും വാങ്ങിക്കാതെ തന്നെ വീട്ടിൽ തന്നെ നല്ല ഹെൽത്തി ആയിട്ടൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പി കണ്ടു നോക്കാം. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഗോതമ്പ് പൊടിയാട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റോടുകൂടി തന്നെ ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പി കാണാം. അപ്പം നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം 3/4 കപ്പ് പഞ്ചസാര നമ്മൾ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുക. അത് മീഡിയം ഫ്ലെയിമിൽ തന്നെ നമുക്കൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പം ഫ്ലെയിം കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചസാര കരിഞ്ഞു പോകും. അപ്പോൾ കേക്ക് ഉണ്ടാക്കി വരുമ്പോൾ ടേസ്റ്റ് കാണില്ല, ഒരു കരിഞ്ഞൊരു ചൊവയായിരിക്കും അപ്പോൾ കിട്ടുന്നത്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ നമ്മുടെ പഞ്ചസാര പതുക്കെ കാരമലൈസ് ചെയ്ത് തുടങ്ങുന്നുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ എല്ലാ സൈഡും ഒരുപോലെ തന്നെ കാരമലൈസ് ആയിക്കൊള്ളുമല്ലോ. ഇനി നമുക്ക് ഒരു 1/2 കപ്പ് ചെറു ചൂടുവെള്ളം ഒന്ന് കരുതി വെക്കുക. ഇത് ഏകദേശം ഒന്ന് കാരമലൈസ് ആയതിനു ശേഷം നമ്മൾ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുവാണ്. ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ദേഹത്ത് വീഴാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. കാരണം ഇത് പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന പോലെ കൊക്ക വരും കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. തീ കുറച്ച് വെച്ചിട്ടേ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു പരുവ് ആകുമ്പോഴത്തേക്ക് നമുക്ക് പതുക്കെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. വെള്ളം കുറച്ച് പറ്റി വരുന്ന പരുവ് ആകുമ്പോഴത്തേക്കുമാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാൻ വേണ്ടി വെക്കേണ്ടത്. ഇത് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടി ഞാൻ നേരത്തെ തന്നെ സോക്ക് ചെയ്ത് വെച്ചാണ്. ഇത് ഏകദേശം 1 വർഷം കഴിഞ്ഞു. ഇപ്പോൾ അടുത്ത ഡിസംബർ ആയപ്പോഴത്തേക്കുമാണ് ഞാനിപ്പോൾ ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം നമ്മൾ കുറച്ച് കേക്ക് ഉണ്ടാക്കിയായിരുന്നു, ഈ പ്ലം കേക്ക് ഉണ്ടാക്കിയതിൻ്റെ ബാക്കി വന്ന് ഞാനൊരു ടിന്നിലാക്കി അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാട്ടോ. നമുക്ക് കൂടുതൽ ടൈം ഇതിങ്ങനെ സോക്ക് ചെയ്ത് വെക്കുന്തോറും ഇത് പഴകുന്ന അനുസരിച്ച് കേക്കിന് ഉപയോഗിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ബേക്കറിയിലും ഇതുപോലെ തന്നെയാണ് അവർ യൂസ് ചെയ്യുന്നത്. 1 വർഷം നേരത്തെ തന്നെ ഇത് സോക്ക് ചെയ്ത് വെക്കുമ്പോഴാണ് ആ ഒരു എഫക്റ്റ് ആ കേക്കിന് കിട്ടുന്നതാണ്. ഇതിൽ നമ്മൾ യാതൊരു ആൽക്കഹോളും ചേർത്തിട്ടില്ല. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന മുന്തിരി വൈൻ ഉപയോഗിച്ചിട്ടാണ് ഞാനിത് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. വേറെ ഒരു മായവും ഇതിനകത്തില്ല. നല്ല ടേസ്റ്റ് ആട്ടോ ഈ കേക്കിന്. അപ്പോൾ ഇതിൽ നമ്മൾ എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് എങ്ങനെ ഇത് സോക്ക് ചെയ്ത് എടുത്തതെന്നുള്ള ഒരു വീഡിയോയുടെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോയിലോട്ട് പോയേക്കാം. ഇനി നമുക്ക് ഒരു 3/4 കപ്പ് പഞ്ചസാര ഈ ഒരു അളവിൽ തന്നെ എടുത്ത് വെക്കുക. അതിലേക്ക് ഒരു കഷ്ണം പട്ട മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അത് 2-3 ഞാൻ ഒടിച്ചിട്ടിരിക്കുന്നേ ഉള്ളൂ. പട്ടയും ഒരു 3 കഷ്ണം ഗ്രാമ്പൂവും കൂടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിനകത്ത് പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആണ് ജാതിയുടെ കുരു. ജാതിക്കായുടെ ഒരു കുരു ഉണ്ടല്ലോ, അപ്പോൾ ആ തോട് മാറ്റിയിട്ട് ഇതിൻ്റെ ഒരു 1/4 ഭാഗം മാത്രം ചിരണ്ടി നമ്മൾ ഇട്ടാൽ മതി. എൻ്റെ കയ്യിലിരിക്കുന്ന ഇച്ചിരി ഉണങ്ങിപ്പോയത് കൊണ്ടാണ് ഞാനിങ്ങനെ പൊടിച്ചിടുന്നത് കേട്ടോ. അത് ഉണക്കലല്ല എന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ പൊടിക്കാൻ പറ്റില്ല കേട്ടോ. ഇത് കൂടി പോകാനും പാടില്ല, കഴിക്കും. അപ്പോൾ ഒരു ചെറുതായിട്ട് മാത്രമേ ഇത് ചേർത്ത് കൊടുക്കാവൂ കേട്ടോ. എല്ലാ കാര്യങ്ങളും കൂടിപ്പോയി കഴിഞ്ഞാൽ കയ്പുണ്ടാവും. ജാതിക്കയാണെങ്കിലും പിന്നെ ഗ്രാമ്പു ആണെങ്കിലും പട്ടയാണെങ്കിലും അല്പം അളവ് കുറച്ചെടുക്കുക കേട്ടോ. ഇനി നമ്മൾ ഒരു മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുക്കുക. അതിനുശേഷം 2 റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട, തണുത്ത മുട്ട ഉപയോഗിക്കരുത്, ഇത് കേക്ക് ഉണ്ടാക്കി ശരിയാവില്ല. 2 മുട്ട ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു. അതും ഒന്ന് ഒറ്റ തവണ മാത്രമേ നമ്മൾ കറക്കി എടുത്തിട്ടുള്ളൂ. മിക്സിയിൽ ഒരു തവണ മാത്രം. 3 തവണയും 2 തവണയും കൂടുതലൊക്കെ ആയിട്ട് നമ്മൾ കറക്കി എടുത്തു കഴിഞ്ഞാൽ അത് ഒരുപാട് ലൂസായിപ്പോയി, മുട്ട ഒരുപാട് ലൂസായിപ്പോയി. അങ്ങനെ പാടില്ല. ഇനി അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസൻസും 1/2 കപ്പ് ഓയിലും കൂടെ, സൺഫ്ലവർ ഓയിലാട്ടോ ചേർത്തിരിക്കുന്നത്, അതുകൂടെ ചേർത്ത് മിക്സിയിൽ 1 തവണയും കൂടെ ഒന്ന് അടിച്ചെടുക്കുക. ഒറ്റ തവണയും കൂടെ മാത്രം അടിച്ചിട്ടുള്ളൂ. ലൂസായി പോകാൻ പാടില്ല കേട്ടോ. ഈ മിശ്രിതം ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഈ കേക്ക് ചെയ്യുന്നത് ഒരു അപ്പച്ചെമ്പിലാട്ടോ. ഇത് ആവിയിൽ പുഴുങ്ങിയെടുക്കുക കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് അത്രയേറെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കേക്കാണെന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് ഒരു 1.5 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് ചൂടാകാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് അടുപ്പിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ട തട്ടം ഇങ്ങനൊരു തട്ടമാണ്, ആവി കിട്ടുന്ന തരത്തിലൊരു തട്ടമാട്ടോ വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ അത് 10 മിനിറ്റ് അവിടെ പ്രീ ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് 1/4 കപ്പ് ഗോതമ്പ് പൊടിയാട്ടോ ഞാൻ ചേർക്കുന്നത്. ഏകദേശം 1 കിലോ കേക്ക് കിട്ടുന്ന ഒരളവിലാട്ടോ നമ്മളിപ്പം ഇതിൻ്റെ അളവ് എടുത്തിരിക്കുന്നത്. കേക്ക് ഉണ്ടാക്കുന്നതായതുകൊണ്ട് എല്ലാവരുടെയും കയ്യിലും ഇതുപോലുള്ള ഒരു അളവ് കപ്പ് കാണുമല്ലോ. ഈ ഒരു അളവ് കപ്പിലാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് മെഷർ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് 1 സ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി 1/4 സ്പൂണ്
ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ബേക്കിംഗ് സോഡ അധികം ചേർത്ത് കൊടുക്കേണ്ട, കാരണം ഒരുപാട് കേക്ക് പൊങ്ങിപ്പോകണ്ട, അതുകൊണ്ടാണ്. ഇനി നമുക്ക് 1/2 സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഈ 3 കാര്യങ്ങളും കൂടെ നന്നായി മിക്സ് ചെയ്ത് വരണം കേട്ടോ. അപ്പം ഞാനൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ടാണ് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇത് ഞാൻ ഒരു തവണ മാത്രമേ അരിച്ചെടുക്കുന്നുള്ളൂ, പല തവണയായിട്ട് അരിച്ചെടുക്കുന്നില്ല. പക്ഷേ മൈദ ഉപയോഗിക്കുമ്പോഴത്തേക്കും ഒരുപാട് തരി കാണത്തില്ലായിരിക്കും, ഒത്തിരി സോഫ്റ്റ് ആണല്ലോ. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് തരി കാണും. ആ തരി മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. നമ്മൾ അരിപ്പയിൽ അരിക്കുന്നതിനേക്കാളും ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ലതായിട്ട് തന്നെ കിട്ടും. ഇനി ഞാൻ 8 ഇഞ്ചിൻ്റെ ഒരു പാനാണ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നത്. ഒരു ബട്ടർ പേപ്പർ വെച്ച് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ബട്ടർ പേപ്പറിൽ കുറച്ച് ഓയിലൊക്കെ തടവിയിട്ടാണ് സെറ്റ് ചെയ്ത് ഞാൻ മാറ്റി വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടിയിൽ ഒരു 2 ടേബിൾ സ്പൂൺ മാത്രം എടുത്ത് ഇതൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സിലെല്ലാം ആ കോട്ടിങ് നന്നായി കവർ ചെയ്ത് വന്നിട്ടുണ്ട്. അത് ഞാനൊന്ന് മാറ്റി വെച്ചു. ഇനി നമ്മൾ ചൂടാറാൻ വേണ്ടി കാരമലൈസ് ചെയ്ത് സിറപ്പ് മാറ്റി വെച്ചു. ചൂടാറിയതിന് ശേഷം നമ്മുടെ ബാക്കി വന്ന ആ ഒരു പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മളൊരു സ്പാച്ചുല ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് കട്ടിക്ക് മിക്സ് ചെയ്ത് കൊടുക്കണ്ട, സോഫ്റ്റായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒത്തിരി അത് ടൈറ്റായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ആ ഒരു ലെവലിൽ തന്നെ നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അത് കുറച്ചായിട്ട് വേണം കാരമലൈസ് ചെയ്തിരിക്കുന്ന നമ്മുടെ പഞ്ചസാര അത് ചേർത്ത് കൊടുക്കേണ്ടത്. അങ്ങനെ കുറച്ചായിട്ട് ഞാനത് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ മിക്സ് ചെയ്യുന്തോറും ഇത് കട്ടി കൂടുതലായിട്ട് തോന്നും, കാരണം ഇത് ഗോതമ്പ് പൊടിയാണല്ലോ, മൈദ അല്ലാത്തതിനാൽ കട്ടി കൂടുതലായിട്ട് തന്നെ നമുക്ക് തോന്നും. ഇനി നമുക്ക് ബാക്കി കാരമലൈസ് ചെയ്തിരിക്കുന്നത് മാറ്റി വെക്കുക. ഇനി നമ്മൾ മുട്ടയുടെ മിശ്രിതമാണ് ചേർത്ത് കൊടുക്കുക. മുട്ടയും പഞ്ചസാരയും കൂടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മിശ്രിതമാണ് അല്പമായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കൂടുതലായിട്ട് നമുക്കൊരു ടൈറ്റായിട്ട് തന്നെ തോന്നും കേട്ടോ. കുറച്ചും കൂടി ഒന്ന് നമുക്ക് മുട്ടയുടെ മിശ്രിതം ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി ലൂസാക്കി എടുക്കാം. അങ്ങനെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുഴുവൻ മിശ്രിതവും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ലൂസ് ചെയ്തെടുക്കാം. പക്ഷേ ഇതിനൊരു അളവുണ്ട്, കൂടുതലായിട്ട് ഇത് ലൂസായി പോകാനും പാടില്ല. കേക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ളൊരു തിക്നെസ്സും കൂടി നമുക്കിതിന് വേണം. സാധാരണ നമ്മൾ ക്രീം കേക്കൊക്കെ ചെയ്യുന്ന പോലെയല്ല പ്ലം കേക്ക് ചെയ്യുന്നതും കൂടി ഓർക്കുക. പ്ലം കേക്കിൻ്റെ ഒരു മിശ്രിതം എന്ന് പറയുന്നത് ഒരല്പം ടൈറ്റായിട്ട് തന്നെ ഇരിക്കണം. കൂടുതൽ ലൂസായി പോയി കഴിഞ്ഞാൽ നമുക്ക് കേക്ക് അതേ ഒരു പെർഫെക്റ്റിൽ കിട്ടുകയില്ല എന്നും കൂടി ഓർക്കുക. അങ്ങനെ മുട്ടയുടെ മിശ്രിതം കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തു. അങ്ങനെ കംപ്ലീറ്റ് നമ്മൾ ഇത് ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കുവാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസും അല്പമായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. മൊത്തം ഒറ്റയടിക്ക് ചേർത്ത് കൊടുക്കരുത്, കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കാവൂ. വീണ്ടും നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. ഒരു 2-3 തവണയായിട്ട് മാത്രമേ നമ്മൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഈ കോട്ടിങ് ചെയ്തിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഈ മുഴുവൻ ഡ്രൈ ഫ്രൂട്ട്സും എല്ലാ സ്ഥലത്തും ആയി വരാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഒറ്റയടിക്ക് തന്നെ താഴത്തേക്കായി പോകും. കേക്കിൽ വേറെ എങ്ങും ഇത് ആയി കാണത്തില്ല. അപ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് എല്ലാ സ്ഥലത്തും ഈ ഫ്രൂട്ട്സ് കാണാൻ സാധിക്കുന്നത് നമ്മൾ ഈ കോട്ടിങ്ങിൽ ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് മാത്രമാണ്. ഇനി നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന കാരമൽ സിറപ്പ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ മുഴുവൻ മിശ്രിതവും ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞു. ഇനി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന പാനിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇപ്പോഴും ഇത് കട്ടിയായിട്ട് തന്നെയാട്ടോ തോന്നുന്നത്. അത് സാരമില്ല, പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ കേക്കിൻ്റെ ബാറ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു ലെവലിൽ വേണം നമുക്ക് കേക്കിൻ്റെ ബാറ്റർ കിട്ടാൻ വേണ്ടിയിട്ട്.
കേക്ക് ടിന്നിലേക്ക് ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇതിനകത്തുള്ള എയർ ബബിൾസ് എല്ലാം കംപ്ലീറ്റ് പോകാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ഒന്ന് 2-3 തവണയായിട്ട് തട്ടി കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കൂടി ഇതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അത് ഒരു ഭംഗിക്ക് വേണ്ടി, ഒരു ഡെക്കറേഷന് വേണ്ടി മാത്രം നമ്മൾ ചെയ്ത് കൊടുക്കുന്ന കേട്ടോ. എൻ്റെ കയ്യിൽ കാഷ്യൂ നട്ട്സ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ കിസ്മിസ് മാത്രമാട്ടോ വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മുടെ ഈ ഇഡ്ഡലിത്തട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ആവി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി വെച്ചിട്ട് ഈ ഒരു പാത്രം ഇതിലേക്ക് ഇറക്കി കൊടുക്കണം. ഇപ്പോൾ ഇതാ നോക്കി, നല്ലൊരു കളറും കാര്യമൊക്കെ തന്നെയാണല്ലോ നമ്മുടെ കേക്കിന് വന്നിരിക്കുന്നത്. ഇനി നമ്മുടെ കേക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ കാണാനും. അങ്ങനെ തന്നെ അത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഒരു 45 മിനിറ്റ്സ് കംപ്ലീറ്റ് ഇത് വേകാൻ വേണ്ടി വെച്ചു. ഇടയ്ക്കൊന്നും ഇത് പൊക്കി നോക്കിയിട്ടില്ല കേട്ടോ. 45 മിനിറ്റിന് ശേഷമാണ് ഞാൻ ഈ പാത്രം ഒന്ന് മാറ്റുന്നത്. ഇപ്പം നമ്മുടെ കേക്ക് കറക്റ്റ് ആയോ എന്നറിയാം. ഞാനൊരു സ്ക്വയർ ഉപയോഗിച്ചിട്ടൊന്ന് കുത്തി നോക്കിയിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ സ്ക്വയറിൽ അതൊന്നും പറ്റി പിടിക്കുന്നേ ഇല്ല. ഉൾഭാഗമൊക്കെ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ അപ്പച്ചമ്പിൽ നിന്ന് മാറ്റി വെച്ചിരിക്കുകയുണ്ടോ. പക്ഷേ നമുക്ക് ഇത് ഓവനിലൊക്കെ ചെയ്തെടുക്കുന്ന പോലെ മേൾവശം ഒന്ന് കരിഞ്ഞോ ആ ഒരു ലെവലിലൊന്നും നമുക്ക് കിട്ടില്ല. നല്ല സോഫ്റ്റായിട്ട് തന്നെ നമ്മുടെ കേക്ക് ഇരിക്കുന്നത്. അപ്പം മുകൾ വശം കുറച്ചൊന്ന് ഡ്രൈ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു ചീനച്ചട്ടി വെച്ചു. അല്ലെന്നുണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും വെക്കാം. ഒരു പാൻ വെച്ച് കൊടുക്കാം. അതൊന്ന് പ്രീ ഹീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഈ പാത്രം ഒന്ന് ഇറക്കി ഇതിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റ് ഞാനിതിങ്ങനെ ഒന്ന് വേവിച്ചെടുത്തു. ലോ ഫ്ലെയിമിലാണ്, തീ കൂട്ടി വെക്കാൻ പാടില്ല. കാരണം ഇതിൻ്റെ സൈഡെല്ലാം ഒന്ന് മൊരിഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഓവനകത്തൊക്കെ വെച്ചിട്ടാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നതെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ ആവിയിൽ പുഴുങ്ങിയെടുത്ത കേക്കല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്തിരിക്കുന്നത്. ഇതാ കണ്ടോ, സൈഡൊക്കെ ഒന്ന് കുറച്ച് വിട്ട് വരുന്ന പോലെയൊക്കെ വന്നിട്ടില്ലേ. ഇപ്പം നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇനിയൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കുവാണ്. അതിന് ശേഷം നമുക്ക് ഇതൊന്ന് പുറത്തേക്ക് എടുക്കാം കേട്ടോ. ഇപ്പോൾ ചൂടാറിയിട്ടുണ്ട്. ഒരു പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റി നമ്മുടെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റുവാണ്. മാറ്റുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ബട്ടർ പേപ്പറിൽ കണ്ടില്ലേ, ആ ഒരു ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു ലെവലിൽ തന്നെയല്ലേ നമ്മുടെ ഈ കേക്കും ആ ബട്ടർ പേപ്പറും ഒക്കെ കാണുമ്പോൾ അങ്ങനെയല്ലേ നമുക്ക് തോന്നുന്നത്. അപ്പം നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ കേക്കാണ്. അപ്പം ഞാനിതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യൊന്ന് മുകളിലേക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒന്ന് നല്ലൊരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് 1 മണിക്കൂറിന് ശേഷമാണ്, നന്നായിട്ട് തന്നെ ചൂടാറിയതിന് ശേഷം ഞാനിതൊന്ന് കട്ട് ചെയ്യുക കേട്ടോ. അപ്പം ഇത് കട്ട് ചെയ്യുന്നത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു ടൈമിൽ ഞാൻ കട്ട് ചെയ്യുന്നത്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതൊരു ദിവസം കൂടെ കഴിഞ്ഞിട്ട് ഞാൻ കട്ട് ചെയ്യത്തുള്ളായിരുന്നു. ആ ഒരു ദിവസം കൂടെ കഴിയുമ്പോഴാണ് ഈ കേക്ക് നല്ല ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടുന്നത്. ആ നോക്കി, കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴും നമ്മുടെ കേക്കിൻ്റെ ആ ഒരു ടെക്സ്ചർ നോക്കി, കറക്റ്റ് ബേക്കറി ലുക്കിൽ തന്നെയല്ല നമ്മുടെ കേക്ക്. ഈ ടേസ്റ്റും അത് തന്നെയാണ് കേട്ടോ. ഇതൊരിക്കലും ഗോതമ്പ് വെച്ചിട്ടുള്ള കേക്കാന്ന് പറയത്തേ ഇല്ല. ഇത് കൃത്യമായിട്ട് നമ്മൾ ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇത്. അപ്പം ഞാനിത് ഒന്ന് കട്ട് ചെയ്ത് ഒരു കണ്ടെയ്നറിലാക്കി ഒന്ന് അടച്ച് വെക്കുവാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നല്ല ഹെൽത്തി റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങളുടെ വിലയേറിയ നല്ല നല്ല കമൻസും കൂടി കമൻറ്റായിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാൻ ഒരിക്കലും മറക്കരുതേ. വീണ്ടും അടുത്തൊരു നല്ല വീഡിയോയിൽ കണ്ടു. എല്ലാവർക്കും ബായ്. താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ലാസ്റ്റായിട്ട് ഞാനൊരു കാര്യം കൂടി നിങ്ങളോട് പറഞ്ഞ് നിർത്തുവാണേ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെ 94% പേരുണ്ട്. സബ്സ്ക്രൈബ് ചെയ്ത് 6% പേരുമാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടൊന്നും മറന്നേക്കല്ലേ കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിശ്വസിച്ചു. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം.